ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്താ. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നെ പേഴ്സണലി ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ ചെയ്തിരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഫസ്റ്റ് ഗൈസ്, ഇന്ന് എൻ്റെ 10th +1 +2 അതിലൊക്കെ എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ഗ്രേഡ്സ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ വരുത്തിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടോ, എത്ര കുറേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ, അതൊക്കെ നിങ്ങൾ ഷോർട്ടായിട്ട് എല്ലാത്തിൻ്റെയും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സ്പൈറൽ ബുക്കാണ്. ഈ ബുക്കിൽ നമുക്ക് ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റിനെ വേറെ വേറെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ഇന്ന എക്സാം ഹോളിൽ നിന്ന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ് നിങ്ങളെ പെർഫെക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ബാക്കിയുള്ള ഈ ബുക്കിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ കുറേ PYQs നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലാത്ത കുറേ കൺസെപ്റ്റ് വലുതാക്കിയത് അതിലുണ്ടാവും, കുറേ പാരഗ്രാഫ്സ് ആയിട്ട് അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് റഷിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3 ചാപ്റ്ററായിട്ട് പതുക്കെ ഉണ്ടാക്കിയാലും മതി. എങ്ങനെയാണെങ്കിലും എക്സാം ആകുമ്പോഴത്തേന് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. നിങ്ങളിപ്പോൾ ഇതിൽ കണ്ട പോലത്തെ ഈ എസ്തെറ്റിക് നോട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. ചിലവർക്ക് മെസ്സി നോട്ട്സ് ആവും ഇഷ്ടം. അപ്പോൾ ആ മെസ്സി നോട്ട്സ് എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇനി സെക്കൻഡ് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അതായത് നിങ്ങളെ മാർക്ക് വെച്ചിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നിങ്ങളെ പഴയ വേർഷനായിട്ട് തന്നെ നിങ്ങളെ മാർക്ക് കമ്പയർ ചെയ്യാതെ പഴയതിലും എത്ര നിങ്ങളെ മാർക്ക് കൂടി, നിങ്ങൾ എത്ര ഇമ്പ്രൂവ് ആയി, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പഴയതിനെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പേഴ്സിൻ്റെ അവരൊന്നും മാർക്ക് വെച്ച് മാക്സിമം കമ്പയർ ചെയ്യാതെ നിൽക്കുക. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഇത് ഇന്നെ പേഴ്സണലി ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വായിച്ച് മാത്രം നോക്കാതെ എല്ലാം ഒന്ന് എഴുതിയും കൂടി നോക്കുക. അതായത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ മെയിനായിട്ട് എഴുതുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൺസെപ്റ്റോ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് എഴുതി പഠിക്കാനും കൂടെ മാക്സിമം നോക്കുക. അപ്പോൾ നമ്മളെ ബ്രെയിനിക്ക് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കണേക്കാളും ഒന്നും കൂടി നമ്മുടെ ബ്രെയിനിൽ അത് കയറും. അപ്പോൾ അത് ഇന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരിക്കണേ പഠിച്ചതെല്ലാം ഒന്ന് എഴുതി നോക്കുക എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോർ ഫോക്കസ്ഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അതായത് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. നമ്മളിപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിന് എന്തിലാണെങ്കിലും കുറേ ആവശ്യമില്ലാത്തതുണ്ടാവും. അതായത് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ അത് അവിടെ അപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളത് ഫസ്റ്റ് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോവുക. ഞാൻ ചെയ്തിരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് അതിൻ്റെ കൺസെപ്റ്റ് മര്യാദക്ക് അറിയുന്നുണ്ടാവില്ല. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കൺസെപ്റ്റ് പഠിക്കുക. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിലൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ കൺസെപ്റ്റ് പഠിച്ച് തുടങ്ങിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ കൺസെപ്റ്റ് അങ്ങോട്ട് പഠിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ കൺസെപ്റ്റ് എന്തായാലും പഠിച്ച കൺസെപ്റ്റ് നമ്മൾ മറക്കൂല. കാരണം ഇപ്പോൾ നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പിന്നെ ചെയ്യാൻ കിട്ടും. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കുക. എന്താണെങ്കിലും കൺസെപ്റ്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ മാക്സിമം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ കൺസെപ്റ്റ് മറക്കൂല. നെക്സ്റ്റ് ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസിന് അല്ലാതെ അവർ പറഞ്ഞ് കേട്ടിട്ടും കൂടി ഞാൻ അറിഞ്ഞതാണ് ഈ പൊമഡോറോ ടെക്നിക്ക്. ഈ പൊമഡോറോ ടെക്നിക്ക് എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തിട്ടില്ല. കാരണം എനിക്കിങ്ങനെ 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന ഒരാളല്ല. ഞാൻ ആ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ 15 മിനിറ്റ്സ് ആവുക ബ്രേക്ക്. അതങ്ങനെ പിന്നെ നീണ്ട് ഒരു ഹവേഴ്സൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്യുക, അതന്നെ നോക്കുക. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബിഗ് സ്റ്റഡി സെഷൻ ആണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതേ കൂടുതലും ചെയ്തിരുന്നത്. അതായത് 2-3 ഹവേഴ്സൊക്കെ ഇരുന്ന് പഠിക്കുക, പിന്നെ ഒരു 1 ഹവറൊക്കെ ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അതായത് ഒരു ദിവസം ഒരു 6-7 മണിക്കൂറൊന്നും ഞാൻ ഇരുന്ന് പഠിച്ചിട്ടില്ല ഇതുവരെ. കൂടിപ്പോയൊരു 4 മണിക്കൂർ അത്രയൊക്കെ ഞാൻ ഒരു ദിവസം ഇരുന്നതും. അധികം വായിച്ച് പഠിക്കലൊന്നും ആവില്ല, ക്വസ്റ്റ്യൻ ചെയ്യലാണ് അധികം ഞാൻ ചെയ്തിരുന്നത്. പിന്നെ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോൾവ് PYQs ആണ്.
അതായത് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ അത്ര വേറൊരു കാര്യം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം PYക്ക് നിങ്ങൾ എത്രത്തോളം ചെയ്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനോട് എത്രത്തോളം അഡാപ്റ്റ് ആവണോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് ആ എക്സാമിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണെന്നുള്ളത്. അതായത് എത്രത്തോളം നിങ്ങൾക്ക് PYQs ചെയ്യാൻ പറ്റുമോ എത്രത്തോളം PYQ നിങ്ങൾക്ക് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും ലൈക്ക് ഒരു ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യുക. പറയുന്നത് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 2-3 hours. അതായത് കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എക്സാമിൻ്റെ ടൈമിൽ തീരെ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കണത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതിപ്പോൾ നമ്മൾ എത്ര പഠിക്കണോ നമ്മൾ കിടന്നുറങ്ങണം. കാരണം നമ്മൾ മൈൻഡിന് റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങുക. അറ്റ്ലീസ്റ്റ് ശരിക്കും നമ്മൾ 5 to 6 അല്ലെങ്കിൽ 7-8 hours നമ്മളെ എക്സാം ടൈമിൽ നമ്മൾ ഉറങ്ങണം. പക്ഷേ നമ്മൾ ടെൻഷൻ കൊണ്ട് നമ്മൾ ചെയ്യൂല. എന്നാലും കൂടി നിങ്ങളിപ്പോൾ 2 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കിടന്നുറങ്ങുക. ഉറങ്ങി നീറ്റിട്ട് എക്സാമിന് പോയാൽ മതി. അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തായാലും ടയർഡാവും, പിന്നെ എക്സാം എഴുതാൻ പറ്റാതൊക്കെ ആവും. അപ്പോൾ അതിലും നല്ലത് ഒരു അറ്റ്ലീസ്റ്റ് 2-3 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുക. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവൈസിങ്. ഇതിപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിക്കണേ എത്ര കുറേ പഠിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പഠിച്ചതിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ തീരെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു റിവൈസിങ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് ലാസ്റ്റ് വെച്ച് എനിക്ക് നല്ല ബേർഡനായിരുന്നു. കാരണം പഠിച്ചതെല്ലാം മറന്നിട്ട് ഫസ്റ്റ് മുതൽ തന്നെ പഠിക്കേണ്ടി വരും. അതിൽ നല്ലത് എന്ത് ചെയ്യുക, ലൈക്ക് ഒരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് എഴുതി നോക്കുകയോ ചെയ്യുക. ഈ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് കുറേ പഠിക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് തോന്നും. ഇതാണ് ലൈക്ക് ഒരു കീ സീക്രറ്റാണ് ശരിക്കും റിവൈസിങ്. കുറേ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ ആ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഞാൻ ഈ ഒരു കാര്യം എൻ്റെ പേഴ്സണലി നല്ല രീതിയിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പഠിക്കുമ്പോൾ നല്ലൊരു സ്ഥലത്തിരുന്ന് പഠിക്കുക. അതായത് എനിക്കെന്ന് പറയുമ്പോൾ പഠിക്കുന്ന ടൈമിൽ അധികം സൗണ്ടൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് നല്ല ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഞാനൊരു 2-3 hours ഒക്കെ ഇരുന്ന് പഠിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ ഇനി ഫുഡ് കഴിക്കാനാണെങ്കിലും ഞാൻ ഫുഡ് കഴിക്കാൻ പോലും ഡിസ്ട്രാക്റ്റഡ് ഞാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ വന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന ടൈം നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കലുണ്ട്. അതായത് ഇപ്പോൾ പാരൻസ് എല്ലാവരും അടിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ വന്നിരുന്നിട്ടാണ് പഠിക്കുക. അതായത് നമ്മൾ ആരും ശല്യം ചെയ്യാത്ത ഒരു രീതിയിലുള്ളൊരു സ്ഥലത്ത് വന്നിരുന്ന് പഠിക്കാം. ഇതിപ്പോൾ കുറേ ഒരാൾക്കാരുള്ള സ്ഥലത്താണ് നിങ്ങളിരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരെന്ന് അങ്ങനെ ചെയ്യുക. ഇല്ലാത്തവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ബാൽക്കണി അവിടെ ഒക്കെ ഇരുന്നിട്ട് മാക്സിമം ലൈക്ക് പുറത്തൊക്കെ നോക്കിയിട്ട് ഇരുന്ന് പഠിക്കാനെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയണത് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് വെക്കുക. അതായത് അത് നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി ട്രാക്കർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇന്ന് എത്ര മണിക്കൂർ പഠിച്ച് അതൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഇനി പഠിച്ച്, എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഓൺ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന്, ഫൈനലിന്, അത് ഏതൊക്കെ എന്നുള്ള എല്ലാം ട്രാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഇത് ശരിക്കും ഇന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരിക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുന്നേ ചെയ്തത് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. കാരണം നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ചു, ഇത്ര മണിക്കൂർ ചെയ്തു, ഇത്ര ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി നമുക്ക് കാണുമ്പോൾ നമുക്കിനിയും പഠിക്കാൻ എനിക്ക് മോട്ടിവേഷൻ വരലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്ത് എൻ്റെ ഗ്രേഡ്സിന് ഇത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ ലൈക്ക് ടിപ്സാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാം ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾ എത്ര മടി ഉണ്ടെങ്കിലും നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. കാരണം അത് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഒന്ന് മറിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ആകെ അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തുണ്ടെങ്കിലും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആ ടീച്ചേഴ്സ്മാരൊക്കെ തന്ന വലിയ പാരഗ്രാഫ് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPTക്ക് ഇട്ട് കൊടുത്ത് ഷോർട്ടർ ആക്കിയിട്ട് നമ്മൾ ആ ഷോർട്ട് നോട്ടിൻ്റെ ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ കുറേ പഠിക്കാൻ പറ്റുന്ന ടൈമിൽ അത് മാത്രം പഠിച്ചാൽ മതി. കൺസെപ്റ്റ് ലൈക്ക് മെയിൻ പോയിൻറ്റ്സ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. എല്ലാതും വലിച്ചു വാരി എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ബൈ.